ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നമുക്ക് പോയാലോ ശ്യാമേ? പോകാൻ തോന്നുന്നില്ല ഏട്ടത്തി. ഇങ്ങനെയാകുമ്പോ മോളുടെ അടുത്ത് തന്നെ നിൽക്കുന്നൊരു ഫീലുണ്ട്. ശരി. ഹേയ് രാധിക, എന്താ സർ? താനെന്തിനാ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വന്ന് നിൽക്കുന്നേ? തനിക്ക് ഫുഡ് അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് എന്തിനാ സർ അങ്ങനെ ഒരു പ്രത്യേകത? ഞാൻ ഇവരുടെ കൂടെ ഇരുന്ന് കഴിച്ചോളാം. സി രാധിക, സിനിമയ്ക്ക് ചില രീതികളുണ്ട്. അത് പെട്ടെന്നൊന്നും നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. താൻ വരൂ, നമുക്കൊന്നിച്ചിരിക്കാം. സർ, എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല. ഇവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നോണ്ട് എന്താ? അവരുടെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് കൊണ്ടൊന്നുമില്ല. പക്ഷെ അതല്ലല്ലോ സിസ്റ്റം. അതൊക്കെ നമ്മൾ വിചാരിച്ച മാറ്റാൻ പറ്റുന്നല്ലേ ഉള്ളൂ. ഇവരൊക്കെ രാവിലെ മുതൽ കഷ്ടപ്പെടുന്നു, നമ്മളും കഷ്ടപ്പെടുന്നു. അപ്പൊ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചൂടെ? എല്ലാരും ഒരുപോലെയാണെന്ന് നമ്മൾ നല്ല ഉറക്കെ പറയുമല്ലോ സർ. എന്നിട്ടോ നമ്മളാരും അത് കാണിക്കുകയില്ല. അതെങ്ങനെ ശരിയാവുന്നേ? പിന്നെ എന്റെ കാര്യം, ഈ നിൽക്കുന്ന ഒരാളെക്കാളും വലുതൊന്നും അല്ല ഞാൻ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ, ദാരിദ്ര്യമുള്ളൊരു അച്ഛനും മോളും. എനിക്കിങ്ങനെ കഴിച്ചാലേ ഇറങ്ങും. ശിവോ, എന്താ സാർ? ഇനി മുതൽ എല്ലാവർക്കും ഭക്ഷണം ഒരുപോലെ വിളമ്പിയാൽ മതി. പ്രത്യേകിച്ച് അങ്ങനെ സീറ്റ് അറേഞ്ച്മെന്റ്സ് ഒന്നും വേണ്ട. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം. അല്ല സാറേ, എടോ, മുന്നോട്ടൊരു കാല് വെക്കണമെങ്കിൽ ആരെങ്കിലും അതൊന്ന് തുടങ്ങി വെക്കണം. ഇപ്പൊ രാധിക അത് തുടങ്ങി വെച്ചു. ഒരു നല്ല കാര്യമായതുകൊണ്ട് നമുക്കത് അഡ്മിറ്റ് ചെയ്യാം. ഇനി ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എന്റെ സെറ്റിൽ ഒരു വേർതിരിവില്ല. താൻ അവിടെ പോയി എന്റെ ഫുഡിങ് എടുത്തോണ്ട് വാ, ഞാനും ഇവിടെ ഇരുന്ന് കഴിക്കാം. ശരി സാർ. താങ്ക് യു രാധിക. ഒരു പുതിയ സിസ്റ്റം ഓപ്പൺ ആവട്ടെ. ഞങ്ങളെ ആരും ഇതുവരെ ഇങ്ങനെ പരിഗണിച്ചിട്ടില്ല. അതിന് നിങ്ങൾക്ക് എന്താ കുറവ്? ഒരു കുറവുമില്ലേ, നമ്മളൊക്കെ ഒരുപോലെ. അമ്മയുടെ സ്നേഹവും കാരുണ്യവും ഒക്കെ അതുപോലെ കിട്ടിയിട്ടുണ്ട് മോക്ക്. ഓരോ നിമിഷവും ഓരോ പ്രവൃത്തിയിലൂടെ അവൾ എന്നെ സന്തോഷിപ്പിക്കുക ഏട്ടത്തി. മനുഷ്യത്വത്തിന്റെ കാര്യത്തില് മോൾ അമ്മയെക്കാളും ഒരുപടി കൂടുതലേ ഉള്ളൂ. അവള് കണ്ട് ശീലിച്ചതൊന്നും അവള് മറക്കാതിരിക്കട്ടെ. എടുത്തി, ഇനി നമുക്ക് പോവാം. അതെന്ത് പറ്റി? അല്ല, പോകാം.